ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നിനല്ല. ഇന്ന് എന്തൊക്കെ വന്നതാണ്, പിന്നെ വാട്ട് ഈസ് മാസ്റ്റർ ലീഗ്. ഇന്ന് മാസ്റ്റർ ലീഗ് എന്താണെന്നും കൂടി നമ്മൾ പറയുന്നതാണ്. അപ്പോൾ മാസ്റ്റർ ലീഗ് വരുന്ന അപ്ഡേറ്റിൽ വരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് PES 2021 കാലഘട്ടത്തിൽ മാസ്റ്റർ ലീഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ മാസ്റ്റർ ലീഗ് പറഞ്ഞു തരാം. പക്ഷെ ഇന്ന് വന്ന പാക്ക് പറഞ്ഞാൽ ഷോർട്ട് ടൈമാണ്. ജപ്പാനീസ് സ്റ്റാർസ്, ജപ്പാനുകളാണ് കേട്ടോ, ജപ്പാനീസാണ് മൊത്തം. മൂന്നാളും ഒരാളനാണ്. 150 ആൾക്കാർ വെച്ചാണ് കോട്ടം നോക്കണേ. പിന്നെ 50 റുപ്പീസിൻ്റെ ഒരു മാച്ച് ഉണ്ടാവും. നമ്മളതൊന്നും കളിക്കൂലെങ്കിലും നമ്മളെന്തോ മാസ്റ്റർ ലീഗ് എന്താണെന്നും ഇന്ന് എന്തൊക്കെ വന്നിട്ടുണ്ടെന്നും മാത്രമേ നമ്മൾ തപ്പുള്ളൂ. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ഇതിനായിട്ട് കുറേയൊക്കെ ഉണ്ട്. ഈ മല്ലു ബെസ്റ്റ് റോൾസൊക്കെ ഇല്ലേ, ഡേ 52 ഓഫിനോട് കട്ടിങ് മൈ ഹെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും 10,000 കോയിനാവാതോ. അതേമാതിരി തന്നെയാണ് ഞാൻ ഹെയറൊന്നും കിട്ടാതല്ല, എട്ടോ വരുന്ന വരെ കോയിൻ ചെയ്യും. പക്ഷേ തന്നെ ഇനിയും 3 ദിവസമല്ലേ ഉള്ളൂ, ചൊവ്വ ബുധന 2 ദിവസമുള്ളൂ. അപ്പോൾ ഇതിൽ 5 ട്രൈ ആയി തോന്നുന്നുണ്ട്. ഇതിൽ ഇവിടെ 5 ട്രൈ ആയി. കിഡില ഔട്ടാ. റൊണാൾഡീനോനൊക്കെ അടിച്ചാലേ കിഡിലാവും ഒക്കെ വന്നാൽ. പിന്നെ വേറെ എന്തൊക്കെയാണ് വന്നേക്കണെന്ന് നോക്കുമ്പോൾ ഇവൻസിൽ ഇവൻ്റ് USA ഒന്ന് വന്നേക്കണേ. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഇല്ലേ 4 വന്നേക്കണം കേട്ടോ. നമ്മൾ കളിക്കാനൊന്നും പോകണില്ല, എന്നാലും വെറുതെ ഇവിടെ വെച്ച് വെക്കുക നമുക്ക്. പിന്നെ PvP വെക്കുകയാണെങ്കിൽ അത് നമ്മൾ കളിക്കാൻ പോണതാണ്. സ്പാനിഷ് ക്ലബ്സ്, ബാർസലോണ എടുക്കുന്നു. ഇതാണ് 50 റുപ്പീസ് മാച്ച്. അപ്പോൾ ഇത് നമ്മൾ കളിച്ച് ജയിച്ചാൽ 900 കോയിൻ ആവട്ടോ. എനിക്ക് 877 ആണ് ഇപ്പം, 927 ആവും. ഇനി ആൾക്കാർ ആർക്കും ആയില്ലേ. റാഫീഞ്ഞ കൂടെ ഇത് ബാർസയാണ്. നമുക്കേതായാലും ഫിൽറ്റർ എടുത്തിട്ട് ക്ലബും കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് മാസ്റ്റർ ലീഗ് എന്തെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇവരൊക്കെ ഉണ്ട്, ഇല്ലാണ്ടല്ല. ലുഡോവിച്ച്, ജിവരി, ഇതിലേറ്റവും കുറവുള്ളവരാ 98. 98 കൂണ്ടയാണ്. കൂണ്ടയാണ് കയറ്റാൻ നമുക്ക്. ഹലോ ജൂൽസേ, കയറിക്കുക. നമ്മൾ കൂണ്ടനെ കയറ്റിയിരിക്കണേ. അല്ല, കൂണ്ടന് പകരം വേറൊരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവൻ ഇറക്കിയാൽ മതി. ഇവൻ 99 ആവും. ഒരു ബോധമില്ല. എന്നിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇനി ആരെ കൊണ്ടുവരണമെങ്കിലും അവിടെ കുബാർസിന കയറ്റിയാൽ മതി. അപ്പോൾ റാഫീഞ്ഞനെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇവനും കൂടി കൊണ്ടുവരാൻ നിൽക്ക്. പോയി ചെന്ന ഇവനെ പോയി. ഇത് കറക്റ്റാണ്. നമുക്ക് റീസെറ്റ് ആക്കാം. റീസെറ്റ് ഡൺ. കിട്ടില്ല. നമുക്ക് 50 കോയിൻ കിട്ടും.
900 കോയിനാവും. അപ്പോൾ എന്തായാലും ഇനി 8 വരുമ്പോൾ 900 പൊട്ടിക്കാൻ കഴിയും, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് കേൾക്കാൻ പോണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഈ മാസ്റ്റർ ലീഗ് പറഞ്ഞാൽ ഇത് അഡപ്പേസ് 2021 വന്നാണ്. ചൂസ് ലൈനപ്പ് ടൈപ്പ് അങ്ങനെ വന്നാൽ നമുക്ക് ഇത് വരും. ക്ലബ് ടീം ലൈനപ്പും ഉണ്ടാവും, മാസ്റ്റർ ലീഗ് ഒറിജിനൽ ലൈനപ്പും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചാൽ വേറെ ഒന്നുമല്ല, എല്ലാവരും എടുക്കുന്ന ക്ലബ് ടീം ലൈനപ്പാണ്. കാരണം എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഈ മാസ്റ്റർ ലീഗ് ഒറിജിനൽ ലൈനപ്പ് നമ്മളതായിട്ട് ആൾക്കാരൊക്കെ വെച്ച് കുറേ പണികളുണ്ടാവും. എല്ലാവരും എടുക്കൽ ക്ലബ് ടീം ലൈനപ്പാണ്. നമുക്ക് എന്തായാലും എടുക്കുക. നമ്മൾ പിന്നെ പോകണേ നമ്മളെ ടീം ഏതാണ് സെലക്ട് ചെയ്യാനുണ്ടാവും. പ്രീമിയർ ലീഗ് അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ഏതാ ടീമെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ബാർസ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പം എന്താ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുക്കാം, അതാണ് നല്ലത്. യുണൈറ്റഡ് ഞാൻ എന്താ പറയുക, ഞാൻ അന്ന് എടുത്ത് കേട്ടോ. ഞാൻ അന്ന് അങ്ങനല്ല, ഞാൻ മെസ്സി ഫാനൊക്കെ തന്നെയാണ്. ഞാൻ വെറുതെ യുണൈറ്റഡ് അങ്ങനെ ബാർസക്ക് കിട്ടിയില്ല, അപ്പോൾ ഞാൻ യുണൈറ്റഡ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ എന്താ പറയുക, കോച്ച് നോക്കുക. കോച്ച് നമുക്ക് ഈ 4 മാത്രമല്ല, അടിയിൽ മറഡോണൊക്കെ ഉണ്ട്. പക്ഷേ യുണൈറ്റഡിന് ഒറ്റ കോച്ച് റിക്സാണ്, നമ്മൾ റിക്സിനെടുത്തു. ഇതാ പിന്നെ നമ്മൾ സ്പോർട്സ് വെയർ നാഷണാലിറ്റി റീജിയൻ എന്താ പറയുക വെയിൽസാണ്. ഇങ്ങനത്തെ സ്പോർട്സ് വെയറും ആണ്. ഈ ഇടുന്ന ഡ്രസ്സൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മൾ എടുത്ത് സ്യൂട്ടാട്ടാ. പിന്നെ ഇത് ജനറൽ സെറ്റിങ്സ് ആണ്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം വെച്ചാൽ നമ്മൾ കളിക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ കുറേ ഡിസിഷൻസ് എടുക്കാനുണ്ടാവും. ഇതൊക്കെ ചെയ്യണം, അങ്ങനെ കളിക്കണം, ഇങ്ങനെ കളിക്കണം, അതൊക്കെ നമുക്ക് കുറേ ഡിസിഷൻസ് എടുക്കാനുണ്ടാവും. ഇതാ കണ്ട, ഹൗ അബൌട്ട് വി എയിം ടു വിൻ ദി UEFA യൂറോപ്പ ലീഗ്. ചാമ്പ്യൻസ് ലീഗ് നമ്മൾ അടിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ പറയും ഐ അഗ്രി അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇതാ നമ്മളെ ഫാൻസിന് മുമ്പിലും കുറേ ഡിസിഷൻസ് എടുക്കാനുണ്ടാവും. പിന്നെ അതിനായിട്ട് ഇത് മെയിൻ സാധനം കേട്ടോ, ഇതാണ് മെയിൻ കണ്ടു കേട്ടോ. ഇവിടെ തന്നെ നമ്മളെ ഫിക്സ്ചർ ഉണ്ടാവും, ആരായിട്ടാണ് അടുത്ത കളി അതും ഉണ്ടാവും, റാങ്ക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ഈ ഇവിടെയൊക്കെ നടക്കണ കളികൾ ഏതൊക്കെയാണെന്ന് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇതാ ഇൻറ്റ് കോമ്പറ്റീഷൻ ക്ലബ്ബിലാണ് ഈ കോമ്പറ്റീഷൻ ലിസ്റ്റ്. ബെൽജിയത്ത് പോയാൽ ബെൽജിയത്ത് ഇവിടെ എന്തൊക്കെ കളിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇവിടെ വരാൻ പോണത്. പിന്നെ നോക്കുകയാണെങ്കിൽ അവിടെ റാങ്കിങ് വേറൊരു സംഭവമുണ്ട്. ഇത് നാഷണൽ ടീം റാങ്കിങ് ആണ്, ബ്രസീൽ, അർജൻറ്റീന. ഇതും പിന്നെ ക്ലബ് ടീം റാങ്കിങ്ങും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മെസ്സേജസിൽ ബഡ്ജറ്റ് റിപ്പോർട്ട് അങ്ങനത്തെ ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ വരും. ട്രെയിനിങ് പ്രോഗ്രാംസ്, സ്കൗട്ടിങ് അതൊക്കെ വരും. അതൊക്കെ എന്നാ വന്ന് എല്ലാം ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അതിലെടുത്ത് പോയി നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ പാസ് പ്ലേയേഴ്സ് ഇതൊക്കെ അങ്ങനെ പറയാം. ഫേവറേറ്റ് പ്ലെയർ പറഞ്ഞാൽ നമുക്കൊരാൾ ഫേവറേറ്റ് പ്ലെയർ ആയിട്ട് വെക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഫേവറേറ്റ് പ്ലെയർ റൊണാൾഡോ ആണെങ്കിൽ അങ്ങനെ വെക്കാൻ കഴിയും നമുക്ക്. പിന്നെ ഇതാണ് ബഡ്ജറ്റ് സെറ്റിങ്സ്. ബഡ്ജറ്റിൻ്റെ സെറ്റിങ്സ് ആട്ടത്. അതിനകത്ത് തന്നെ നോക്കി വെച്ചോ, അത് ഉപയോഗപ്പെടും. കാരണം അങ്ങനെയല്ല, ഗെറ്റ് റെസിപ്റ്റ് ബോണസ്, റിസീവ് സാലറി ബഡ്ജറ്റ്. സാലറി ആയിട്ട് നമ്മൾ വാങ്ങല്ലേ, ട്രാൻസ്ഫർ ബഡ്ജറ്റ് അതൊക്കെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. പിന്നെ ഇത് നാഷണൽ ടീംസ് അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പ്ലേയേഴ്സിൻ്റെ ഇതെങ്ങനെ നോക്കാൻ കഴിയും. കാൻഡോണ, റൊണാൾഡോ, കസമീറോ, ജോർജ് ബെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നല്ല ഫോമിലാണോ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അഡ്വാൻസ്ഡ് സെർച്ച് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വാങ്ങണോ, ഇനി ആരെങ്കിലും ഇതിലേക്ക് വന്നിക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് സെർച്ച് എടുത്താൽ നോക്കാൻ കഴിയും. പിന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, എഡ്വിൻ വാണ്ട സാറാണല്ലോ ഗോൾ കീപ്പർ. വാണ്ട സാറിന് എന്താ പറയുക, ട്രാൻസ്ഫർ ഫീ, നെഗോഷിയേഷൻ സ്റ്റാറ്റസ്, മാർക്കറ്റ് വാല്യൂ നമുക്ക് 38 മില്യൺ ആയിട്ടാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത്. അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ വാണ്ട സാറിനെ കുറിച്ച് എല്ലാതും വരും. വാണ്ട സാറ് മാത്രമല്ല എല്ലാ ആൾക്കാരെ കുറിച്ചും എന്തും വരും. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ കളി തുടങ്ങാൻ നേരത്ത് കോച്ചിങ്ങനെ പറഞ്ഞു തരുന്നതൊക്കെ നമ്മളായിട്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് മാസ്റ്റർ ലീഗ് പറഞ്ഞാൽ. അങ്ങനായിട്ട് വേറെ ഒന്നും ഇല്ല. നിങ്ങൾ ഭയങ്കര പണിയാണ്, എന്താണെന്നൊന്നും മനസ്സിലായിട്ടുമില്ല. അങ്ങനെയൊക്കെയാണ് എങ്കിൽ
ഇതൊക്കെയുണ്ട് മാസ്റ്റർ ലീഗ്, വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് മാസ്റ്റർ ലീഗുള്ളത്. ഇത്രയേ ഉള്ളൂ എനിക്ക് മാസ്റ്റർ ലീഗിനെ കുറിച്ച് പറയാൻ. വാട്ട് ഈസ് മാസ്റ്റർ ലീഗ് എന്നാവും ഇതിനെക്കുറിച്ച് നമ്മൾ വരാൻ പോണ്. പിന്നെ ഈ വരുന്ന വ്യാഴാഴ്ച ആവും മെയിൻ അപ്ഡേറ്റ് എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ അടുത്ത വ്യാഴാഴ്ച ആവുമോ അറിയില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പോണേ. ടാറ്റാ.